എറണാകുളം പറവൂർ സീറ്റിൽ CPM സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന് പാർട്ടി പറവൂർ നേതൃത്വം പറയുന്നത്. ജില്ലാ നേതൃത്വത്തെ ഏരിയ കമ്മിറ്റി ആവശ്യം അറിയിക്കുകയും ചെയ്തു. പറവൂരിൽ CPI-ക്കുള്ളിലെ സംഘടനാ പ്രശ്നങ്ങളിലും CPI-ന് അതൃപ്തിയുണ്ട്. എന്നാൽ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് CPI. വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. അല്പം മുമ്പാണ് നമ്മൾ ഈ പറവൂരിലെ പ്ലാനുകളൊക്കെ കണ്ടത്. ഇപ്പോൾ CPI-യും CPI-യും തമ്മിൽ ഈ വിഷയത്തിലൊരു നേരിയ ഭിന്നതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇതൊക്കെ എങ്ങനെയായിരിക്കും പുറത്തേക്ക് വരുന്നത്? ക്രിസ്tina, പ്രതിപക്ഷ നേതാവിനെതിരെ പറവൂരിൽ ആര് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം. ഇതിൽ തന്നെയാണ് ഇപ്പോൾ LDF-നകത്ത് തലപോയിക്കുന്നത്. അതിലൊരു പൊതു സ്വതന്ത്രൻ വേണം എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിലാണ് CPM ഈ സീറ്റ് ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് ശക്തമായി തന്നെ ഉയരുന്നത്. അത് ഏരിയ കമ്മിറ്റി ഇപ്പോൾ ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ CPM ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മാത്രമായിരിക്കും അത് VD സതീശനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ സാധിക്കൂ. CPI-ക്ക് അതിന് സാധിക്കില്ല എന്നുള്ള ഒരു പൊതുവികാരം ഇപ്പോൾ LDF-നകത്ത് നിന്ന് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇക്കാര്യമാണ് ഇപ്പോൾ ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ CPM സ്ഥാനാർത്ഥി അല്ല എന്നുണ്ടെങ്കിൽ ഒരു പൊതു സ്വതന്ത്രനായിട്ടുള്ള ഒരാൾ തന്നെ അവിടെ വരണം എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അക്കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടിക്കകത്ത് ചർച്ച നടക്കുകയുമാണ്. എന്നാൽ CPI ഈ സീറ്റ് വിട്ടുകൊടുക്കാൻ നിലവിൽ തയ്യാറല്ല. ഒപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം എന്നുള്ളത് കൂടി CPI-ക്ക് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതിനകം തന്നെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ രീതിക്കുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പൊതു സ്വതന്ത്രനെ നിർത്തുക എന്നുള്ള സമവായത്തിലേക്ക് പറവൂരിൽ എത്തുമോ എന്നുള്ളത് മാത്രമാണ് ഇനി കണ്ടറിയാനുള്ളത്. ഈ സീറ്റ് വേണം എന്നുള്ളൊരാവശ്യം CPM ഇപ്പോൾ ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു. ഇക്കാര്യങ്ങളിൽ കൂടിയാലോചനകൾ നടക്കുമെന്നുള്ളത് തെല്ലും സംശയമില്ല. കാരണം പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം ഇറക്കിയിട്ടും കഴിഞ്ഞ 2 തവണയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതൊരു ഈസി വാക്ക് ഓവർ നൽകുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. CPI-ക്കകത്ത് അവിടെ സംഘടനാ പ്രശ്നങ്ങളുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഈ വെള്ളാപ്പള്ളി നടേശനും G സുകുമാരൻ നായരും ഐക്യപ്പെടുന്ന ഒരേ ഒരു കാര്യം VD സതീശൻ ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഒരിക്കൽ വെള്ളാപ്പള്ളി നടേശൻ VD-ക്കെതിരെ അവിടെ പരസ്യമായി രംഗത്തിറങ്ങി. പക്ഷേ അവിടെ അന്നും ഭൂരിപക്ഷം കൂടുകയായിരുന്നു. ഇക്കുറി TP സെൻകുമാർ ഏതാനും ദിവസം മുമ്പ് പറഞ്ഞത് കുറച്ചുകൂടി കമ്മ്യൂണലായി പറയുന്നത് VD സതീശൻ മത്സരിക്കുമ്പോൾ രണ്ടാമത് വരുന്ന ഹിന്ദുവിന് വോട്ട് നൽകണം, അല്ല BJPക്ക് വോട്ട് നൽകണമെന്നല്ല TP സെൻകുമാർ പറഞ്ഞു. രണ്ടാമത് വരുന്ന ഹിന്ദുവിന് വോട്ട് നൽകണം എന്ന ഒരു കമ്മ്യൂണൽ പരാമർശം നടത്തുന്നു. CPM ഏത് വിധേനയും VD സതീശൻ തോപ്പിക്കാൻ നോക്കുന്നു. അപ്പോൾ അവിടെ VD സതീശന്റെ പരാജയം ആഗ്രഹിക്കുന്നവർ ഒരു വലിയ മുന്നണിയായി നിൽപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഖ്യ ആളുകളുണ്ട്. ആ സാഹചര്യം പ്രതിപക്ഷ നേതാവിന്റെ ക്യാമ്പ് കണക്കിലെടുക്കുന്നുണ്ടോ വിപിൻ? ഇല്ല, അത്തരമൊരു സാഹചര്യം ഇപ്പോൾ നിലവിൽ കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത്തരമൊരു ഇവർക്കെതിരെ, അതായത് പ്രതിപക്ഷ നേതാവിനെതിരെ ഇവരൊക്കെ തന്നെ വലിയ രീതിയിലുള്ള എതിർ സ്വരങ്ങൾ ഉയർത്തിയിട്ടും ആ ഒരു ജനസമിതിക്ക് കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാരണമുള്ളത്. കാരണം കഴിഞ്ഞ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനം കാണാനുണ്ടായിരുന്നു. കാരണം ഇവരൊക്കെ തന്നെ എതിർത്തിട്ടും ആ ഒരു വിജയത്തിന് യാതൊരു തരത്തിലുള്ള ഒരു മാറ്റം കുറഞ്ഞിട്ടില്ല. അതിൻ്റെയൊക്കെ ക്യാപ്റ്റനായി നിന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അതുകൊണ്ട് തന്നെ പറവൂരിലും അത് ആവർത്തിക്കും. ഇപ്രാവശ്യം വലിയ ഒരു വിജയമുണ്ടാകും. ആര് എതിർ സ്ഥാനാർത്ഥിയായി വന്നാൽ പോലും ഈ ഒരു വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ആത്മവിശ്വാസം ഈ ക്യാമ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. NSS, SNDP ഉൾപ്പെടെയുള്ളവർ എതിർത്താൽ പോലും ആ ഒരു വിജയത്തിൽ ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആ ക്യാമ്പിന്റെ ഒരു ആത്മവിശ്വാസം. CPM ഏത് വിധേനയും VD തോപ്പിക്കാൻ ഇറങ്ങുന്നു. BJP ഏത് വിധേനയും, അത് TP സെൻകുമാർ കുറച്ചുകൂടി കടത്തി അത് പറയുകയും ചെയ്തു, തോപ്പിക്കാൻ ഇറങ്ങുന്നു. സുകുമാരൻ നായർ തോപ്പിക്കാൻ ഇറങ്ങുന്നു, വെള്ളാപ്പള്ളി തോപ്പിക്കാൻ ഇറങ്ങുന്നു. എല്ലാവരും കൂടി തോപ്പിക്കാൻ ഇറങ്ങുമ്പോൾ ജനം VD സതീശന്റെ കാര്യത്തിൽ എന്ത് തീരുമാനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.